ഈ ബാബാജി എന്നുള്ള പേര് അത് സെൽഫ് ഗിവൺ ആണോ? കാരണം ചിലരത് കേൾക്കുമ്പോൾ ചിലപ്പോൾ അവർ എന്താ ഇങ്ങനെ ഒരു പേര്, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പേര് എന്നുള്ളൊരു ചിരി വരും. ചിലർ വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ട് അത് കാണും. അപ്പം എങ്ങനെയാണ് ആ ഒരു അങ്ങനെ ഒരു ടൈറ്റിൽ ഉണ്ടെങ്കിൽ തന്നെ അതൊരു വലിയൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഈ ബാബാജി എന്ന് പറയുന്നത് ഉത്തരേന്ത്യയിലൊക്കെ ബഹുമാനപൂർവ്വം നമ്മൾ ആളുകളെ വിളിക്കുന്ന ബാബാജി എന്ന് വിളിക്കുന്ന, ജി കൂട്ടിയിട്ട് ബാബായുടെ അപ്പുറത്ത് ജി കൂട്ടി വിളിക്കുന്ന. ശരിക്കും ഈ പേര് വരുന്നത് മഹാവതാർ ബാബാജിയിൽ നിന്നാണ്. അതായത് ഞാൻ മഹാവതാർ ബാബാജിയുടെ പരമ്പരയിൽ പെടുന്ന വ്യക്തിയാണ്. ക്രിയായോഗയിൽ ആ പരമ്പരയിൽ വരുന്ന, ദീക്ഷ സ്വീകരിച്ച പരമ്പരയിൽ വരുന്ന. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ബാബാജി. ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, നമ്മൾ ഫോട്ടോയൊക്കെ വെച്ചപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും നമ്മളൊരു കണക്ഷൻ വരുമ്പോഴൊക്കെ ആഗ്രഹിക്കാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല, ഇപ്പോൾ ഇതെൻ്റെ രഹസ്യമാണല്ലോ. സ്പിരിച്വാലിറ്റി എപ്പോഴും നമ്മുടെ രഹസ്യമായിരിക്കണം. രഹസ്യമായിട്ട് സ്പിരിച്വാലിറ്റി സംസാരിക്കാവൂ, പറയാവൂ. ശരിക്കും പബ്ലിക് വേദിയിൽ സ്പിരിച്വാലിറ്റി സംസാരിക്കുകയേ ചെയ്യരുത്. സ്പിരിച്വാലിറ്റിയുമായി ബന്ധമില്ലാത്ത ആളുകളോട് നമ്മൾ സ്പിരിച്വാലിറ്റി സംസാരിക്കരുത്. നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കും നമുക്കത്. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു എൻ്റെ സ്പിരിച്വാലിറ്റി ഞാൻ പുറത്ത് പറഞ്ഞിരുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ അതുവരെ വളരെ ഹൈഡായിട്ടിരുന്നു. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പോലും ആളുകൾക്ക് കണ്ടാൽ മനസ്സിലാവില്ല. അതുപോലെയായിരുന്നു. വളരെ രഹസ്യ ക്രിയകളാണ് ചെയ്തുകൊണ്ടിരുന്നത്. ആളുകൾക്ക് മനസ്സിലാവില്ല. കണ്ണ് തുറന്നിരുന്നാലും നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം, നമുക്ക് പ്രോസസ്സുകൾ ചെയ്യാം. അങ്ങനത്തെ ടെക്നിക്കുകളാണ് നമ്മൾ ഓൾറെഡി ഉപയോഗിക്കുന്നത്. അപ്പം എനിക്ക് തോന്നി, ഓക്കെ, റോജിൻ്റെ അപ്പുറത്ത് ബാബാജി എന്ന് പേരിട്ടാൽ നന്നായിരിക്കും. എനിക്ക് ഭയങ്കര ആഗ്രഹം. അപ്പോൾ എപ്പോഴും എനിക്ക് ബാബാജിനെ കുറിച്ച് ഓർക്കാലോ, എനിക്ക് ചിന്തിക്കാലോ എന്നുള്ള എൻ്റെ ഒരു പ്രണയം കൊണ്ടാണ് ഞാൻ ഈ പേരിട്ടത്. അപ്പം ഞാൻ എൻ്റെ ജോലികളെല്ലാം നിർത്തി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ ഇങ്ങനെ കറങ്ങി നടക്കുന്ന സമയം. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഈ കറക്കത്തിനിടയ്ക്ക് ബാബാജി എന്ന് പേരിട്ട് വെച്ചപ്പോൾ എന്നാ കുഴപ്പം എന്ന് വിചാരിച്ചു. അങ്ങനെ കറങ്ങി വന്നപ്പോഴാണ് പെട്ടെന്ന് ഒരു ചാനലിലോട്ട് പോകേണ്ട വന്നു. അവിടെ ഞാൻ എൻ്റെ പേരിൻ്റെ തുമ്പത്ത് തന്ന പിന്നെ ബാബാജി കിടന്നോട്ടെ ആദ്യം ജസ്റ്റ് വീഡിയോ എടുത്തപ്പോൾ അതിൻ്റെ അപ്പുറത്തിട്ടു. ഈ പേര് പിന്നെ കണ്ടിന്യൂ ആ ചാനലിൻ്റെ അടിയിൽ ഈ പേര് തന്നെ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെയാണ് ഈ പേരിലോട്ട് വന്ന് വീഴുന്നത്. ഇത് ഒരിക്കലും നമ്മൾ ഇൻറ്റൻഷ്യലി ഇട്ട പേരല്ല ഈ പേര്. അപ്പോൾ ഇത് പല ആളുകളും ചോദിക്കും, ഇവൻ ആരടാ ബാബാജി, ഏത് ബാബാജി, എന്താണ്? ഒന്നുമില്ല, ഞാൻ ബാബാജിനെ കാണുന്നത് എൻ്റെ പിതാവായിട്ടാണ്. എൻ്റെ അച്ഛൻ എൻ്റെ പിതാവാണ്. എന്നെ അത്രയും സ്നേഹിക്കുകയും എന്നെ സപ്പോർട്ട് ചെയ്യും. എൻ്റെ തെറ്റുകൾക്കും എല്ലാം കൃത്യമായിട്ട് എനിക്ക് മാർഗ്ഗനിർദ്ദേശം തരുന്ന എൻ്റെ പിതാവിൻ്റെ പേര് ഞാൻ ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ അകത്ത്. അതല്ലാതെ വേറെ തരത്തിലുള്ള ഒരു സാധനമൊന്നും തരില്ല. പുച്ഛിക്കുന്ന ആളുകളുണ്ട്, കളിയാക്കുന്ന ആളുകളുണ്ട്, ഭയങ്കര സ്നേഹത്തോടെ സംസാരിക്കുന്ന ആളുകളുണ്ട്. ജീവിതം സക്സസ് അല്ലാത്ത, ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയിരിക്കുന്ന, അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിൽ നിന്ന് ഒരു സ്നേഹമോ പരിഗണനയോ കിട്ടാത്ത മനുഷ്യർക്ക് മറ്റുള്ളവരെ പുച്ഛിക്കാൻ ഭയങ്കര താല്പര്യമായിരിക്കും. എന്നെപ്പോലെ തന്നെയാണ് മറ്റുള്ളവരും. അതായത് ഞാൻ മോശമാണ്, അപ്പോൾ മറ്റുള്ളവർ മോശമാണ്. മോശമായിട്ടുള്ളൊരു സമൂഹത്തിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന കുറേ മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരുടെ ഒരു മെയിൻ സാധനമാണ് ഈ കളിയാക്കി തകർക്കുക എന്ന് പറയുന്നത്. കാരണം അവരെ സംബന്ധിച്ചിട്ട് ആ റെസ്പെക്റ്റ് എന്താണെന്നോ അല്ലെങ്കിൽ അതെന്താണെന്നോ അവർക്കറിയില്ല. കാരണം അത് അവർക്ക് കിട്ടിയിട്ടില്ല, അവർക്കത് ലഭിച്ചിട്ടില്ല, അവരത് കണ്ടിട്ടില്ല. അപ്പം അങ്ങനെയുള്ള മനുഷ്യരാണ് ഈ കളിയാക്കുക എന്ന് പറയുന്ന ആ ഒരു ക്രൈസിലോട്ട് വന്ന് വീഴുന്നത്. ഇനി ചില ആളുകൾ ഭയങ്കര സ്നേഹത്തോടെ വിളിക്കുകയും ഇപ്പോഴും കാണും. ഇപ്പോൾ നോർമലി എനിക്ക് തോന്നുന്നു, ഞാനിപ്പോൾ എൻ്റെ സ്പിരിച്വാലിറ്റി ഇപ്പം ഞാൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞതിന് ശേഷം എനിക്ക് തോന്നുന്നു ഒരു 350 സൂയിസൈഡ് കേസുകൾ മാത്രം സൈക്യാട്രി ഡിപ്പാർട്ട്മെൻറ്റിലൂടെ ഒക്കെ കടന്നു പോയിട്ടുള്ള ഒരു 350ഓളം സൂയിസൈഡ് കേസുകൾ മാത്രം ഞാൻ പുറത്ത് കിടത്തി എൻ്റെ പ്രയത്നത്തിലൂടെ, മെഡിറ്റേഷനും ഇതെല്ലാം വെച്ചിട്ട്. എനിക്ക് തോന്നുന്നു അത് തന്നെ വലിയ കാര്യമാണ്. നമുക്ക് ഒരാൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ആ 350 പേരും എന്നെ കാണുന്നൊരു സാധനമുണ്ട്. എനിക്ക് ബാക്കിയൊന്നും എൻ്റെ കൺസേൺ അല്ല. ഉറപ്പായിട്ട് എന്നെ വിമർശിക്കേണ്ടതാണ്. വിമർശിച്ചതെന്ന് ഇത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് മനസ്സിലാക്കിയിട്ട് വേണം. പലപ്പോഴും എന്നെ വിമർശിക്കുന്നത് ഞാനെന്തോ സ്പിരിച്വാലിറ്റി വിൽക്കാൻ വേണ്ടി വരുന്നവനാണ്, നോർമൽ ടിപ്പിക്കൽ രീതിയിൽ സംസാരിക്കാൻ വേണ്ടി വരുന്നവനല്ല. തകർന്നു പോയ മനുഷ്യൻ, കയ്യിൽ ഇനി 1 രൂപ പണമില്ലാത്ത മനുഷ്യൻ ഇനി എങ്ങനെ ജീവിതം രക്ഷപ്പെടും എന്ന് ആലോചിച്ച് മരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, ആ മരിക്കാൻ പോകുന്ന മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ള കാര്യത്തെപ്പറ്റി ഞാൻ സംസാരിക്കുന്നത്. അത് പിന്നെ ബാക്കിയുള്ള ആളുകൾ പിടിക്കുന്നുള്ളൂ. എന്തുകൊണ്ട്? ഞാൻ ഈ വഴിയിലൂടെ കടന്നുപോയ ഒരാളാണ്. ഞാൻ ഈ വഴിയിലൂടെ കടന്നു പോയപ്പോൾ അന്ന് എൻ്റെ കയ്യിൽ പണമില്ല, അന്ന് എനിക്ക് ചുറ്റും മനുഷ്യരില്ല, അന്ന് എനിക്ക് ചുറ്റും എൻ്റെ അഹങ്കാരമില്ല, എൻ്റെ ജാടയില്ല, ഞാനെന്താന്നുള്ള ബോധമില്ല. എല്ലാം തകർന്നരിപ്പണമായിട്ട് നിന്ന ഞാൻ ഇന്നിങ്ങനെ വന്നിരിക്കുന്നുണ്ടെങ്കിൽ ഈ വഴിയിലൂടെ നിങ്ങൾക്കും വരാമെന്നാണ് ഞാൻ പറയുന്നത്. ഈ വഴിക്ക് പൈസ മുടക്കില്ല. ഈ വഴി നിങ്ങളുടെ സമയം മുടക്കും മാത്രമേ ഉള്ളൂ. ഈ വഴിയിലൂടെ നിങ്ങൾ വന്നോ, ഉറപ്പായിട്ടും നിങ്ങളെ കണ്ടെത്തും. നിങ്ങൾ ഏറ്റവും സ്ട്രോങ് ആയിട്ട് മാറും, ഏറ്റവും പവർഫുള്ള വ്യക്തിയായിട്ട് മാറും. മറ്റുള്ളവർ ചവിട്ടി അരയ്ക്കാൻ വേണ്ടി, നമ്മുടെ ലൈഫ് മറ്റുള്ളവർക്ക് വേണ്ടി ചവിട്ടി അരയ്ക്കാൻ നമ്മൾ ഇട്ട് കൊടുക്കില്ല. അതിനു മുമ്പ് നമ്മളെ സേഫ് ചെയ്യും എന്നുള്ളതാണ് ഈ വഴിയിലൂടെ വന്നാലുള്ള ഒരു ഗുണം. മറ്റേതെന്ത്, നമ്മൾ സ്നേഹത്തിൻ്റെ പേരിൽ നമ്മളങ്ങ് ചവിട്ടരിക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കും. എന്നിട്ട് നമ്മളോട് പറയും, ഇത് സ്നേഹമാണല്ലോ, ഞാൻ എൻ്റെ ഭർത്താവിനെ എന്നെ ഉപദ്രവിക്കാൻ വേണ്ടി ഇട്ട് കൊടുത്തപ്പോൾ അത് സ്നേഹമാണല്ലോ, അത് ഭർത്താവിൻ്റെ മൂഡ്സിന് പ്രകാരം ചെയ്താണല്ലോ, അല്ലെങ്കിൽ ഭാര്യയുടെ അല്ലെങ്കിൽ എൻ്റെ അച്ഛന് വേണ്ടിയിട്ടാണല്ലോ. ഒന്നുമില്ല.
അതല്ല റിയാലിറ്റി. കുറച്ചുകൂടി നമ്മൾ ഈ ഒരു പാത്തിലോട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് നമ്മളോടൊരു മിനിമം റെസ്പെക്റ്റും ഒരു സ്നേഹവും വരും. അതിൽ നിന്ന് നമ്മുടെ പരാജയങ്ങൾ മനസ്സിലാക്കി നമ്മൾ കുറച്ചുകൂടി ഉയർന്ന തലത്തിലോട്ട് പോകും എന്നുള്ളതാണ്. ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട് 80% ഓഫ് ദ കേസസ്, അല്ലെങ്കിൽ ഒരു 100 കേസ് ഉണ്ടെങ്കിൽ അതിൽ ഒരു 80% മെഡിക്കൽ അറ്റൻഷൻ വേണ്ടതാണ്. ഒരു 20% മാത്രമാണ് ജെന്യൂൻ ആയിട്ടുള്ള എനർജി പ്രസൻസിൻ്റെ പ്രശ്നങ്ങളുള്ളത്. അപ്പം എങ്ങനെയാണ് ഈ 2 കേസസും ബാബാജി ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്? ഒരു മെഡിക്കൽ കേസാണിത്, അതല്ല, ഇതൊരു ജെന്യൂൻ എനർജിയുടെ ബുദ്ധിമുട്ടുണ്ടാവുന്ന കേസസാണ്. ഈ ഒരു ഡിഫറൻസിയേഷൻ ഞാൻ സൈക്കാട്രി ഡിപ്പാർട്ട്മെൻറ്റിനെ മോശപ്പെടുത്തി സംസാരിക്കുന്നതായിട്ടല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരു 50 വർഷം മുമ്പ് സൈക്കാട്രി ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് സൂഡോ സയൻസ് ഗണത്തിൽപ്പെട്ട ഒന്നായിരുന്നു. അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ മാനസികമായ വിഭ്രാന്തികൾ ബുദ്ധിമുട്ട് വന്ന ഒരാളുകൾ എന്താ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്? മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു, ഷോക്ക് അടിപ്പിക്കുന്നു. അത് ഇന്ന് അശാസ്ത്രീയമാണ്, അത് ചെയ്യാൻ പാടില്ല. എത്രയോ മരണങ്ങൾ സംഭവിച്ച് അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രീയത ഇല്ലാത്ത ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് ഇവർ പഠിച്ചുകൊണ്ടിരുന്നത്. പിന്നീടാണ് മെഡിസിൻ വരുന്നത്. ഈ മെഡിസിൻ വന്നിട്ട് നമ്മുടെ ലൈഫിൽ നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, നമ്മൾ കാണുന്ന ബുദ്ധിമുട്ടുകൾ, നമ്മുടെ പാരൻസിൽ നിന്ന് കിട്ടുന്ന ബുദ്ധിമുട്ട്, നമ്മുടെ ബുദ്ധിമുട്ട്, നമ്മുടെ പ്രശ്നം എന്താണെന്ന് നമ്മൾ ആഴത്തിൽ ചെന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അതിൻ്റെ സോഴ്സ് നമ്മളല്ല. അതിൻ്റെ സോഴ്സ് ഒന്നും പാരൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ സോഴ്സ് നമ്മുടെ പാർട്ട്നേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലൂടെ നമ്മളോട് സ്നേഹിച്ചു എന്ന് പറഞ്ഞ് നമ്മളെ വിശ്വസിപ്പിച്ച് കടന്നുപോയ മനുഷ്യരായിരിക്കാം നമ്മുടെ പ്രശ്നത്തിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത്. ഈ പ്രശ്നങ്ങൾക്കെല്ലാം പോയിട്ട് നമ്മൾ ഈ പറയുന്ന രീതിയിലുള്ള മരുന്നുകൾ എടുക്കുകയോ ബുദ്ധിമുട്ടെടുക്കുകയോ ചെയ്തിട്ട് കാര്യമില്ല. അതിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് തിരിച്ചു വരാനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. മരുന്നിലോട്ട് പോകരുതെന്നാണ് പറയുന്നത്. പോകേണ്ട വിഷയങ്ങളുണ്ട്. എപ്പോഴാണ് മരുന്നിലോട്ട് പോകേണ്ടത്? നമ്മുടെ കയ്യിൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷൻ നമുക്ക് വരും. അപ്പം നമുക്ക് മെഡിസിൻ ഉപയോഗിച്ചിട്ട് നമ്മുടെ ശരീരത്തെ തളർത്തുകയോ നമുക്ക് ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്താം. ഞാൻ പറഞ്ഞു എന്നാന്ന് പറഞ്ഞാൽ, വർഷങ്ങൾക്ക് മുന്നേ ഈ പറഞ്ഞ സൈക്കോളജി ഒരു സൂഡോ സയൻസ് ആയിരിക്കെ ഇപ്പം അത് സയൻസ് ഗണത്തിലോട്ട് പെടുത്തി. നമ്മൾ മരുന്നിൻ്റെ കച്ചവട പ്രകാരമായിരിക്കും അതങ്ങനെ പെടുത്തിയത്. മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ നമുക്കിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? അതായത് ഈ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ളൊരു ഇഷ്യൂ ഉള്ള ഒരാൾ നമ്മളെ കാണാൻ വേണ്ടി വരുന്ന സമയത്ത് ആ വ്യക്തികൾക്ക് പലപ്പോഴും സ്പിരിച്വൽ ഇഷ്യൂ ആയിരിക്കില്ല. പക്ഷെ ഇവർക്ക് ഇഷ്ടം എനിക്കൊരു സ്പിരിച്വൽ ഇഷ്യൂ ആണെന്ന് പറയുന്നതാണ്. ബാധ കൂടി, സോൾ പ്രസൻസ് വന്നു, അല്ലെങ്കിൽ ദേവി ശരീരത്തിൽ വന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഈ മനുഷ്യർക്ക് ഉണ്ടാകുന്ന ഒരു ആഹ്ലാദം ഭയങ്കര വലുതാണ്. ഇവർ ഇതിനെ എൻജോയ് ചെയ്യുന്നു. കാരണം എന്താ? മറ്റുള്ള മനുഷ്യരുടെ എന്താ പറയുക, ഒരു അറ്റൻഷൻ കിട്ടുന്നു, അവർ പേടിക്കുന്നു, ഇവരെ കാണുമ്പോൾ ടെൻഷൻ വരുന്നു, ഇവരോട് പ്രാർത്ഥിക്കാൻ പറയുന്നു തുടങ്ങിയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവർ ഇതിനെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങും. സ്പിരിച്വൽ ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിട്ട് ആ വ്യക്തിയുടെ ബോധത്തിൻ്റെ പരിണാമം മാത്രമാണ് അതിൻ്റെ ഉള്ളിൽ സംഭവിക്കുന്നുള്ളൂ. അല്ലാതെ വേറെ ഇവിടെ ഇപ്പോൾ നമ്മൾ കാണുന്ന പോലെ മായാപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും സംഭവിക്കുന്നില്ല. ഇൻഫർമേഷൻ നമ്മൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് സ്പിരിച്വാലിറ്റി ഉള്ള ഒരു വ്യക്തിയെ നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റുന്ന വളരെ ബേസിക്കായ ടെക്നിക്ക് എന്ന് പറയുന്നത്. ആ വ്യക്തി ഭയങ്കര ഇൻഫർമേറ്റീവ് ആയിരിക്കും. അതാണ് അതിനകത്ത് രഹസ്യം. ഇപ്പോൾ എന്നെ കാണാൻ വേണ്ടി, ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. എന്നെ കാണാൻ വേണ്ടി ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞും ഒരു ചേച്ചിയുമായിട്ട് എന്നെ കാണാൻ വേണ്ടി വരാം. അപ്പം നമ്മൾ ആദ്യം ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങളൊന്ന് എന്നെ കാണാൻ വേണ്ടി വരുന്നതിന് മുമ്പ് നിങ്ങളൊരു സൈക്കോളജിസ്റ്റിനെയോ സൈക്കാട്രിസ്റ്റിനെയോ കൺസൾട്ട് ചെയ്യണം. ഞാൻ എൻ്റെ വീഡിയോയിൽ പല ഡിസ്ക്രിപ്ഷൻ കൊടുക്കാറുണ്ട്. ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് എൻ്റെ വീഡിയോ കണ്ട് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നതിന് മുമ്പ്, ഇത് ശരിയാണെന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ സൈക്കോളജിസ്റ്റിനെയോ സൈക്കാട്രിസ്റ്റിനെയോ കൺസൾട്ട് ചെയ്തിരിക്കണം. എന്നിട്ട് മാത്രമേ ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കാവൂ. കാരണം ഞാൻ എന്ന് പറയുന്നത് ലാസ്റ്റ് ഓപ്ഷൻ ആവാൻ പാടുള്ളൂ. ലാസ്റ്റ് ഓപ്ഷനായി നമുക്ക് ഇഷ്യൂ, അതിനകത്ത് പ്രശ്നമില്ല. എല്ലാ ഓപ്ഷൻസും കഴിഞ്ഞ് വരുന്ന ആളുകളാണല്ലോ. അപ്പോൾ ലാസ്റ്റ് ഓപ്ഷനിൽ ആൾ സഹായിക്കുന്നതിന് ഇവിടെ തെറ്റൊന്നുമില്ലല്ലോ. അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനകത്ത് ബിസിനസ് കലർത്തുന്നത് അങ്ങനെയില്ല. അപ്പോൾ ഈ ചേച്ചി കുഞ്ഞുമായിട്ട് വരുന്നു. ഈ കുഞ്ഞിനോട് സംസാരിക്കുമ്പോൾ ഈ കുഞ്ഞിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ചേച്ചി പറയുന്നത് ഈ കുഞ്ഞിന് പ്രശ്നമുണ്ടെന്നാണ്. ഈ കുഞ്ഞ് പഠിക്കുന്നില്ല, ഈ കുഞ്ഞിന് ബാധാദോഷമാണ്. അമ്മയാണ് തീരുമാനിക്കുന്നത്. കുഞ്ഞിന് ബാധാദോഷമുണ്ട്, കുഞ്ഞിന് പ്രശ്നമുണ്ട്. ഞാൻ പോയിട്ട് പല ആളുകളുടെ അടുത്ത് നോക്കിച്ചു. പല ആളുകളും ഇത് വെച്ച് നോക്കിയപ്പോൾ കുഞ്ഞിന് ബാധാദോഷമുണ്ടെന്ന് പറഞ്ഞു, നാഗത്തിൻ്റെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. ഇത് ഈ ചേച്ചിയുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട പ്രശ്നം. ഈ ചേച്ചി എവിടെയോ അന്ധവിശ്വാസം കുത്തി നിറയ്ക്കപ്പെട്ട ഒരു അമ്മയാണ്. ഈ അമ്മ പറയുന്നത് കുഞ്ഞ് പഠിക്കാതിരിക്കണതിന് സയൻറ്റിഫിക്കലി ഒരുപാട് വശങ്ങളുണ്ട്. പഠന വൈകല്യമാവാം, സ്ട്രെസ്സാവാം, കുഞ്ഞിന് ചിലപ്പോൾ അറ്റൻഷൻ കിട്ടുന്നുണ്ടാവില്ല, കുഞ്ഞിന് ചിലപ്പോൾ മറ്റെന്തെങ്കിലും നീഡ്സ് ഉള്ളിൽ കിടക്കുന്നുണ്ടാവും. തുടങ്ങിയിട്ട് ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിട്ട് എന്ത് വേണമെങ്കിലും പ്രശ്നങ്ങളാവാം. ആ കുഞ്ഞ് പഠിക്കാൻ പറ്റാത്തതല്ല, ചിലപ്പോൾ ചിന്തിക്കാൻ പറ്റാത്തതോ പഠിച്ചതോ ഓർത്തെടുക്കാൻ പറ്റാത്തതോ ഒരു കുഞ്ഞ് ടെൻഷൻ മതി. ചിലപ്പോൾ അച്ഛനും അമ്മയും വഴക്കിടുന്ന കുഞ്ഞുങ്ങൾക്ക് എക്സാം ഹാളിൽ പോയി കഴിഞ്ഞാൽ പാനിക്കാവും, ടെൻഷൻ അടിക്കാൻ തുടങ്ങും. ടെൻഷൻ അടിച്ചാൽ ഉറപ്പായിട്ട് നമുക്ക് മെമ്മറി ലോസ് വരാൻ തുടങ്ങും. നമ്മൾ പഠിച്ച് വരാൻ നമ്മൾ മറന്നും, നമ്മുടെ ബോഡി ഷിവറാവും, വെള്ളം ദാഹിക്കും, തുടങ്ങിയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ആ സമയത്ത് സംഭവിക്കും. അപ്പോൾ ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി കുഞ്ഞിന് ഒരു പ്രശ്നമില്ല, എനർജി ബേസിൽ ചെക്ക് ചെയ്യുമ്പോൾ കുഞ്ഞിന് ഒരു പ്രശ്നമില്ല. ചേച്ചി ഒരു കൗൺസിലിംഗ് എടുക്കണം. ആ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ല.
ചേച്ചി പറഞ്ഞു നിങ്ങൾക്ക് നോക്കാൻ അറിയില്ലേ, നിങ്ങളത് പറഞ്ഞാൽ മതി. ഇല്ല, എനിക്ക് വേണമെങ്കിൽ ഒരു ഷുഗർ കോട്ടറായിട്ട് വേണമെങ്കിൽ വിടാം, ഓക്കെ, ഇല്ല അങ്ങനെയാണ് പ്രശ്നമാണ് മാറി എന്നൊക്കെ പറഞ്ഞു വിടാം. അല്ലല്ലോ, ആ കുഞ്ഞ് നാളെ ഒരിക്കൽ ബിഹേവിയർ ചേഞ്ച് വരും. അപ്പോൾ ചേച്ചി പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുഴുവനും ഈ അമ്മയുടെ വിശ്വാസമായിരിക്കും ആ കുഞ്ഞിലോട്ട് കുത്തി നിറക്കപ്പെടുന്നത്. ആ കുഞ്ഞ് ഏതെങ്കിലും പോയിന്റ് എത്തുമ്പോൾ തോന്നാണ് എനിക്കൊരു ബാധാദോഷമുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു നെഗറ്റീവ് പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെടാത്തത്. ഇനി ഈ കുഞ്ഞായിരിക്കും ഇവിടെ അന്ധവിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ ഇര. കുഞ്ഞ് കാണാൻ പോകേണ്ട ആൾക്കാരുടെ അടുത്ത് പോകും, പണിയെടുക്കുന്ന പൈസ മൊത്തം കൊണ്ട് കൊടുക്കും, കല്യാണം കഴിച്ച് ഭാര്യയോട് പറയും എനിക്ക് നെഗറ്റീവ് ഇഷ്യൂ ആണെന്ന്. എന്ന് വേണ്ട, ഈ വ്യക്തിയുടെ പരാജയം, അതായത് ഒരു വ്യക്തിയുടെ പരാജയം പലപ്പോഴും നമ്മളിവിടെ കാണുന്നത് നെഗറ്റിവിറ്റിയുടെ തലയെ കൊണ്ടുവയ്ക്കുന്ന ഒരു പ്രവണതയാണ്. ഞാൻ പഠിക്കാത്തത് നെഗറ്റീവായ ഇഷ്യൂ ഉണ്ട് വീട്ടിൽ, അല്ലെങ്കിൽ എനിക്ക് ജോലി കിട്ടാത്തത് എന്തോ നെഗറ്റീവായ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഞാൻ നല്ലൊരു ജോലിയൊക്കെ വാങ്ങിച്ചു, ജോലി സ്ഥലത്ത് എനിക്ക് പ്രോബ്ലം ഉണ്ടായി, ഞാൻ ജോലി സ്ഥലത്ത് ഭയങ്കരമായിട്ട് അഗ്രസീവായി, ഞാൻ ജോലി സ്ഥലത്ത് ഭയങ്കരമായിട്ട് എല്ലാവരും തെറി പറഞ്ഞു ഒച്ചപ്പാടുണ്ടാക്കി, അപ്പോൾ ജോലി സ്ഥലത്തുള്ള ആരോ എനിക്കെതിരെ കൂടോത്രം ചെയ്തിട്ടുണ്ട്. ഇതാണ് റീസണായിട്ട് കിട്ടുന്നത്. അപ്പോഴും മനസ്സിലാക്കുന്നില്ല, ഇത് അവനവൻ്റെ ബിഹേവിയറൽ ഇഷ്യൂ ആണ്. നെഗറ്റിവിറ്റി വരുന്നത് ഇങ്ങനെയല്ല, അത് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. നെഗറ്റിവിറ്റി വരുന്നത് ഇപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവൻ നന്നായി ജോലി ചെയ്യുന്നു, അവന് ഒരു പ്രൊമോഷൻ കിട്ടാൻ സാധ്യതയുണ്ട്, അവൻ ഏറ്റവും ടാലൻറ്റഡ് ആയ ഒരു വ്യക്തിയാണ്, നല്ല കഴിവുള്ളൊരു വ്യക്തിയാണ്. ഈ വ്യക്തി പറയാണ് എനിക്ക് എന്തോ സംഭവിക്കുന്നുണ്ട്, എനിക്കത് മനസ്സിലാവുന്നില്ല, ഞാൻ ഓഫീസിൽ ചെല്ലുമ്പോൾ എനിക്ക് മെമ്മറി ലോസ് വരുന്നു, എനിക്ക് മിസ്റ്റേക്കുകൾ വരുന്നു, ഞാൻ ചെയ്യാത്തൊരു തെറ്റുകൾക്ക് എൻ്റെ അടുത്ത് ദേഷ്യപ്പെടുന്നു, എനിക്ക് ട്രാൻസ്ഫർ തരുന്നു, എന്നെ എല്ലാവരും കൂടി കളിയാക്കുന്നു, എൻ്റെ രൂപം മൊത്തം ചേഞ്ച് ആവുന്നു, എനിക്ക് ഭയങ്കര ക്ഷീണം വരുന്നു. ഇത്തരത്തിലുള്ള സിംറ്റംസ് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് സംതിങ് എന്തോ പണി കിട്ടിയിട്ടുണ്ട്, നെഗറ്റീവ് ഇഷ്യൂ ആണ്. അതല്ലാതെ പണിയെടുക്കാൻ താല്പര്യമില്ലാത്തവൻ എവിടെ പോയിരുന്നാലും പ്രശ്നം ഉണ്ടാവും. മറ്റുള്ളവരോട് മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയാത്തവൻ എവിടെ പോയിരുന്നാലും പ്രശ്നം ഉണ്ടാവും. ഇതെല്ലാം നമ്മളിപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങനെ സംഭവിക്കുള്ളൂ. ബിഹേവിയറൽ ഇഷ്യൂ വേറെ. അതായത് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സ്പിരിച്വലായ ഇഷ്യൂ, സൈക്കോളജിക്കലായ ഇഷ്യൂ, ഇതിൻ്റെ രണ്ടിൻ്റെ സിംറ്റംസ് ഒന്നായിരിക്കും. ഒരു ബ്ലാക്ക് മാജിക് ബാധിക്കുകയോ അല്ലെങ്കിൽ നെഗറ്റീവായ ഇഷ്യൂ ബാധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് വരുന്ന സിംറ്റംസ്, ലക്ഷണങ്ങൾ സൈക്കോളജിക്കൽ ഇഷ്യൂ. അതായത് ഡിപ്രഷനോ ആങ്സൈറ്റി പറയും. കാരണം ഈ ഡിപ്രഷനും ആങ്സൈറ്റിയും ഹാലൂസിനേഷൻ എന്ന് പറയുന്ന എല്ലാ ടേംസും ഡെവലപ്പ് ചെയ്തത് സ്പിരിച്വാലിറ്റിന്നാണ്. സ്പിരിച്വൽ ആയിട്ട് നിൽക്കുന്ന കാര്യങ്ങളിൽ നിന്നാണ് ഇതെല്ലാം ജനറേറ്റ് ചെയ്ത് വാക്കുകളെല്ലാം ജനറേറ്റ് ചെയ്തെടുത്ത്, അല്ലാതെ കണ്ടുപിടിച്ച ഒന്നുമല്ല. അതിൽ നിന്നാണ് ഇതിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും ഒന്നാണ്. പക്ഷേ നമുക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ അത് നമ്മൾ 100% നമ്മുടെ ജീവിതത്തോട് നമ്മൾ നീതി പുലർത്തുന്നുണ്ട്, നമ്മുടെ ജോലിയോട് നമ്മൾ നീതി പുലർത്തുന്നുണ്ട്, നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്കും ഇല്ല, എന്നിട്ടും എനിക്ക് മറികടക്കാൻ പറ്റുന്നില്ല, എനിക്ക് വേറെ ജീവിതത്തിൽ വീട്ടിൽ ഒരു പ്രശ്നമില്ല, നാട്ടിലൊരു പ്രശ്നമില്ല, സാമ്പത്തിക ബാധ്യതയില്ല, എന്നിട്ടും ഇത് കണ്ടിന്യൂ. പ്രശ്നം എന്ന് പറയുന്നത് എല്ലാവരുടെ ജീവിതത്തിലും വരുന്നൊരു സാധനമാണ്. ഞാൻ അതിനെ പറ്റിയല്ല പറയുന്നത്. നിരന്തരം പ്രശ്നങ്ങൾ വരിക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് നമ്മൾ എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ട് നമുക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റുന്നില്ല. ഒന്നെങ്കിൽ അസുഖങ്ങളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ ഫാമിലി പ്രോബ്ലം ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് വന്നുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ നമുക്ക് അസുഖങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കും. ഈ ഒരു ലൂപ്പിൽ കിടന്ന് ഇങ്ങനെ കറങ്ങും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവായ ഊർജ്ജമാണ് പണം. ഈ പണം നമ്മുടെ കയ്യിൽ നിൽക്കില്ല. ഈ പണം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. നമ്മൾ ചെയ്ത തെറ്റല്ല, അവിടെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം നമ്മൾ എന്ന് പറയുന്ന വ്യക്തി ഇതിനകത്ത് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഞാൻ പറഞ്ഞാൽ ഇത് നമ്മുടെ ഡിപ്രഷനാണോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളാണോ എന്ന് അറിയാൻ വേണ്ടി സൈക്കോളജിസ്റ്റിനെ പോയി കാണുക. എന്നിട്ടും അവിടെ ഇവിടെ എല്ലാം പോയിട്ട് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റില്ലെങ്കിൽ മാത്രമേ എൻ്റെ അടുത്ത് വന്നാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം ഇതെന്താണെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഉള്ളിലോട്ട് മരുന്നും കഴിക്കണം, നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, ഞാൻ പറയുന്ന പ്രോസസ്സ് നിങ്ങൾ ചെയ്താൽ മാത്രം മതി. എന്നിട്ട് നിങ്ങൾ 28 ദിവസം വെയിറ്റ് ചെയ്യൂ. 28 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങളുടെ ബോഡിയിൽ എന്താ സംഭവിക്കണം നിങ്ങൾ നോക്കൂ. അത് പറയുന്നത് ശരിയാണ് സംഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യൂ, ഇല്ലെങ്കിൽ അവിടെ വെച്ച് നിർത്തണം. അത്രേ ഉള്ളൂ. ഇപ്പോൾ ഒരു ഇടയ്ക്ക് ഒരു ഇത് പറഞ്ഞു, ഒരു എനർജി ചെക്ക് ചെയ്യുന്നു, ആ 8ാം ക്ലാസ്സിലുള്ള കുട്ടിക്ക് വേണ്ടി ചെയ്തു. ആ എനർജി ചെക്ക്, അതായത് അപ്പോഴാണല്ലോ നമുക്ക് മനസ്സിലാകുന്നത് ആ ഒരു ഡിഫറൻസിയേഷൻ അല്ലേ? അത് എന്താണ് ആ എനർജി? അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് നമ്മൾ കൃത്യമായ സാധന ഉപാസനകളൊക്കെ ചെയ്ത് പോയി കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ സിദ്ധി ഉണരാൻ തുടങ്ങും. സിദ്ധി എന്ന് പറയുന്നത് നമുക്ക് ചില എനർജികളെ കാണാനും മനസ്സിലാക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സാധിക്കും. അതായത് എനർജി എന്ന് പറയുന്നത് ഒരു ഡാറ്റാബേസ് ആണ്. ബോധം എന്ന് പറയുന്ന ഒന്നുണ്ടോ? ഉണ്ട്. കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്നാൽ ശാസ്ത്രം അംഗീകരിക്കുന്നുണ്ട്. അതെ, ഉണ്ട്. എന്നാൽ ഇത് അവർ കണ്ടിട്ടുമില്ല. അപ്പൊ കാണാത്തൊരു സാധനത്തെ അംഗീകരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്നാൽ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ബോഡിയെ പറ്റിയിട്ട് മുഴുവനും ബയോളജിക്കൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏകദേശം നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ എൻ്റെ വാച്ചിൽ തൊടുന്ന നിമിഷം ഈ വാച്ചിൽ ഞാൻ തൊട്ടു എന്നും എൻ്റെ സിഗ്നൽസ് ബ്രെയിനിൽ പോയിട്ട് പ്രവർത്തിച്ച് തിരിച്ച് വരുമ്പോഴാണ് ഇതിൻ്റെ അനുഭവം എനിക്ക് മനസ്സിലാവുന്നത്. ഇതിനെ തൊട്ടു എന്ന് മനസ്സിലാവുന്നത്. പക്ഷേ സയൻസിന് ഇപ്പോഴും മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോധം എങ്ങനെയാണ് ഒന്നിനെ അനുഭവിക്കുക എന്ന് പറയുന്നത് ഇപ്പോഴും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. കറക്റ്റ്. അതെങ്ങനെ വരുന്നു എന്ന് വരെ നമുക്ക് കണ്ടുപിടിച്ചു,
ഈ സിഗ്നൽസ് എങ്ങനെ പാസ്സായി പോകുന്നു തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടുപിടിച്ചു. പക്ഷേ ഇത് എങ്ങനെ അനുഭവ തലത്തിലോട്ട് വരുന്നത് മനസ്സിലാവുന്നില്ല. ഇതിനെക്കുറിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ, ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ വളരെ ഡീപ്പായിട്ടുള്ള സ്പിരിച്വൽ ആയിട്ടുള്ള ആക്ടിവിറ്റികളിലോട്ട് നിങ്ങൾ തിരിയണം. അപ്പം നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് അതീന്ദ്രിയമാണെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ നമ്മൾ വളരെ ഫോക്കസ്ഡ് ആയിട്ട് നമുക്ക് ആ ഒരു കർമ്മം ഉണ്ട്, നമ്മൾ ആ ഒരു പാത്തിലോട്ട് പോകേണ്ട ഒരു വ്യക്തിയാണെങ്കിൽ ഉറപ്പായിട്ട് ആ വ്യക്തിക്ക് കിട്ടുന്ന ബ്ലെസ്സിങ്ങിൽ ഒന്നാണ് ഈ പറയുന്ന ഇൻഡ്യൂഷൻസ്. നമ്മളൊരാളുടെ ബോഡിയിൽ ടച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ബോഡി എന്താണെന്നും ഈ ബോഡിയിലൂടെ കടന്നു പോകുന്ന എനർജീസ് എന്താണെന്നും ഇമോഷൻസ് എന്താണെന്നും എന്ത് എനർജിയാണ് ബോഡിയിൽ നിന്ന് പുറത്തു വരണമെന്നും വിത്ത് 1-2 സെക്കൻഡുകൾക്കുള്ളിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എല്ലാവരുടെയും കണ്ടുപിടിക്കാൻ പറ്റില്ല. ചില ആളുകൾക്ക് എനർജിയിൽ ബ്ലോക്ക് ഉണ്ടാവും. ഉപാസനകൾ എടുക്കുന്ന ആളുകൾക്കോ നെഗറ്റീവായ എനർജികൾ അമിതമായ ശരീരത്തിലുള്ള ആളുകൾക്കോ നമുക്ക് അവരെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അവർ വളരെ ഫേക്കായിട്ടായിരിക്കും നിൽക്കുന്നത്. എന്നാൽ അവരുടെ പുറത്ത് കാണുന്നല്ല അവരുടെ ഉള്ളിലുള്ള സാധനം. അപ്പോൾ ഈ എനർജികളെല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെയാണ് നമ്മളിത് കണ്ടുപിടിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ പറയുന്നത് ഇന്ന പ്രശ്നങ്ങളാണ് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. ഇതുപോലെ തന്നെയാണ് ബാധാദോഷമുള്ള ഒരാൾ വരുമ്പോഴും. ആൾ വന്ന് ആ വീട്ടിലോട്ട് കാലെടുത്ത് കുത്തുന്ന സമയത്തോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഫോട്ടോ കാണുന്ന സമയത്തോ നമുക്ക് കാണാൻ പറ്റും ഈ വ്യക്തിയുടെ ഓറയിൽ അടങ്ങിയിരിക്കുന്ന ആ ഒരു എനർജീനെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജിയുടെ അകത്ത് വലിയൊരു ഡാറ്റാബേസ് ഉണ്ട്, സിഗ്നൽസ് ഉണ്ട്. ആ സിഗ്നൽസ് നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റും. അതായത് ടിൻഡുവിന് എൻ്റെ മുന്നിലിരുന്ന് കാണിക്കുന്നതല്ല, ടിൻഡുവിൻ്റെ ഉള്ളിൽ ഒരു ചിന്ത വരുന്നു. ആ ചിന്ത എനർജി വേവുകളായിട്ട് ബ്രെയിനിലൂടെ സഞ്ചരിക്കുന്നു. എന്നാൽ ഈ എനർജി പുറത്തോട്ട് പോകുന്നുണ്ടെന്നുള്ള സത്യമാണ്. ഈ എനർജീനെ എനിക്ക് പിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ടിൻഡു എന്താണെന്നുള്ളത് ടോട്ടൽ എനർജിയിൽ ഒരു ഡാറ്റാബേസ് ആയിട്ട് അടങ്ങിയിട്ടുണ്ട്. ഈ എനർജിയുടെ ഡാറ്റാബേസ് എടുക്കും. അതല്ലാതെ എങ്ങനെയാണ് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നത് ഞാൻ പറഞ്ഞിരുന്നത്. നോക്കിക്കഴിയുമ്പോൾ ഓക്കെ ഇന്ന പ്രശ്നങ്ങൾ കിടക്കുന്നുണ്ട്, ഈ പ്രശ്നങ്ങളിലെല്ലാം എന്താണോ മാറ്റം വരുത്തേണ്ടത് അതിനും മാറ്റം വരുത്തുക. ഇത്രയും ചെയ്താൽ ജീവിതം രക്ഷപ്പെടും. അപ്പോൾ ഇതൊരു നമ്മൾ മെഡിറ്റേഷനോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളോ ചെയ്ത് അല്ലെങ്കിൽ ബ്ലെസ്സിങ് ആയിട്ട് എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ ഭഗവാന്റെ ദർശനത്തിന് ശേഷമാണ് ഞാൻ ഈ ഒരു ഇതിലോട്ട് ഞാൻ കൺവേർട്ടഡ് ആയത്. അതിന് മുമ്പൊന്നും എനിക്ക് അത്ര കാര്യമായിട്ട് എനിക്ക് ഉണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് ഞാൻ ഇങ്ങനെ മാറിയത്. അപ്പം നമുക്ക് അങ്ങനെ അത് കണ്ടുപിടിക്കാൻ പറ്റും. ഡോക്ടേഴ്സും സ്പിരിച്വൽ ഹീലേഴ്സും കോഓപ്പറേറ്റ് ചെയ്ത് ഒരുമിച്ച് കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യണം എന്നെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഭയങ്കര സിമ്പിളായിട്ട് ചോദിക്കുകയാണെങ്കിൽ മണിച്ചിത്രത്താഴ് മൂവിയിൽ നമ്മുടെ ഡോക്ടർ സണ്ണി മോഹൻലാലിൻ്റെ ക്യാരക്ടറും ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് തിലകൻ ചേട്ടൻ്റെ ക്യാരക്ടറും ഉള്ള ആ ഒരു സിങ്ക് നമ്മൾ ഭയങ്കര ഫാൻറ്റസൈസ് ചെയ്ത് കണ്ട ഒരു മൂവിയാണ്. പക്ഷെ അതിലൊരു സത്യമുണ്ടോ? ഈ ഡോക്ടേഴ്സ് പലപ്പോഴും നമ്മൾ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യാൻ ചെല്ലുന്ന സമയത്ത് അവരുടെ ഇൻഡ്യൂഷൻ ഉപയോഗിച്ചിട്ടാണ് അവർ അസുഖം കണ്ടെത്തുന്നത്. എല്ലാവരും നമ്മളെ നേരിട്ട് ബ്ലഡ് ഇത് ചെക്ക് ചെയ്തിട്ട് വരാനെന്നല്ല പറയുന്നത്. നമ്മൾ ലക്ഷണം പറയുന്നു, നമ്മുടെ ആരോഗ്യം നോക്കുന്നു, നമ്മുടെ നമ്മൾ അവിടെ ചോദിക്കുമ്പോൾ നമ്മുടെ ഉത്തരങ്ങൾ നോക്കുന്നു, എന്നിട്ട് അവരൊരു അസംഷനിലേക്ക് എത്തുന്നു. ഇന്ന അസുഖമായിരിക്കാം. അവരൊരു മരുന്ന് തരുന്നു, മാറിയില്ലെങ്കിൽ അവർ അടുത്ത മരുന്ന് തരുന്നു, അത് മാറിയില്ലെങ്കിൽ അടുത്ത മരുന്ന് തരുന്നു, എന്നിട്ട് മാറിയില്ലെങ്കിൽ ചെക്കപ്പ് ചെയ്യുന്നു. ഇങ്ങനെയാണല്ലോ ഇത് പോകുന്നത്. ദാറ്റ് മീൻസ് പലപ്പോഴും അത് അവരുടെ എക്സ്പീരിയൻസിൽ നിന്നായിരിക്കാം. പക്ഷെ പലപ്പോഴും നമ്മളൊരു പരീക്ഷണ വസ്തു ആവുന്നുണ്ടോ എന്ന് നമുക്ക് തന്നെ ചിലപ്പോൾ തോന്നിപ്പോവും അതിൻ്റെ അകത്ത്. എന്ന് പറഞ്ഞാൽ പറഞ്ഞു വേണമെന്ന് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഒരാളുടെ അനുഭവത്തിൽ നിന്ന് എക്സ്പീരിയൻസിൽ നിന്നാണ് ഇതൊക്കെ ജനറേറ്റ് ചെയ്യുന്നത്. പാരസെറ്റമോൾ കൊടുക്കണോ അതോ മറ്റെന്തെങ്കിലും മരുന്ന് കൊടുക്കണോ എന്നുള്ളത് ഡോക്ടറിൻ്റെ അനുഭവമാണ്. ആ വ്യക്തിയെ നോക്കുമ്പോൾ മുഖത്തുണ്ടാകുന്ന ക്ഷീണോ കണ്ണിലുണ്ടാകുന്ന രക്തോട്ടത്തെ പറ്റി സംബന്ധിച്ചൊക്കെ ആയിരിക്കും നിൽക്കുന്നത്. എന്നാൽ ഈ തരുന്ന മരുന്ന് അല്ല എങ്കിലോ വേറെ എന്തെങ്കിലുമാണ് അസുഖമെങ്കിലോ പറയാൻ പറ്റില്ല നമുക്ക്. ഞാൻ എന്തിനാണ് ഇത്രയും പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് സ്പിരിച്വൽ ഹീലേഴ്സിൻ്റെ സംഭവിക്കുന്നത്. ഇൻഡ്യൂഷൻ പവറിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും രണ്ടല്ല, ഇത് രണ്ടും ഒന്നാണ്. ഇപ്പോൾ എൻ്റെ അടുത്ത് ഞാനൊരു ഡോക്ടറല്ല, എൻ്റെ അടുത്ത് സൈക്കാട്രി ഡോക്ടേഴ്സ് ഉണ്ട്, കൺസൾട്ടേഷൻ. അത് എല്ലാ രാജ്യങ്ങളിൽ നിന്നും പല രാജ്യങ്ങളിൽ നിന്നും ഉണ്ട്. സൈക്കോളജിസ്റ്റുകളുണ്ട്, കൗൺസിലേഴ്സ് ഉണ്ട്, പള്ളിയിലച്ചന്മാർ വരുന്നുണ്ട്, സയൻറ്റിസ്റ്റുകളുണ്ട്. ഞാൻ അഹങ്കാരം കൊണ്ട് പറയുന്നില്ല, ഞാൻ പറഞ്ഞാൽ ഇത് എന്താണെന്ന് പറഞ്ഞു. ഞാൻ വലിയ സംഭവമായിട്ടും പറയുന്നല്ല, മനസ്സിലാക്കണം ഞാൻ എന്തിനാത് പറയണതെന്ന്. ദാറ്റ് മീൻസ് ഇതെന്ന് പറയുന്നത് ഇവരുടെ പ്രൊഫഷനെ ഭയങ്കരമായിട്ട് സഹായിക്കുന്ന ഒന്നാണ് സ്പിരിച്വാലിറ്റി. ഒരു ഡോക്ടർക്ക് അദ്ദേഹം അനുഭവിക്കുന്ന മാനസികമായ സമ്മർദ്ദം, അദ്ദേഹം അനുഭവിക്കുന്ന സ്ട്രെസ്സ്, ഇതൊന്നും നമുക്ക് മനസ്സിലാവേ ഇല്ല. ഏറ്റവും കൂടുതൽ സ്ട്രെസ് അനുഭവിക്കുന്നത് സൈക്യാട്രി ഡോക്ടർമാരാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കൂ. ഏറ്റവും കൂടുതൽ സ്ട്രെസ് അനുഭവിക്കുന്നത് സൈക്കോളജി മേഖലയിൽ നിൽക്കുന്ന ആളുകളാണ്. അതായത് നമ്മുടെ മുന്നിൽ വരുന്ന ഒരു സൈക്കോളജിക്കൽ ഇഷ്യൂ ഉള്ള ഡിസോർഡർ ആയിട്ടുള്ള ഒരാളെ അവിടെ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ മാനസികാവസ്ഥയിലോട്ട് ആവണം. നമ്മളായിട്ട് നിന്ന് ആ കമ്മ്യൂണിക്കേഷൻ വർക്കൗട്ട് ആവില്ല. നമ്മൾ അവരായിട്ട് മാറണം. അങ്ങനെയെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഡോക്ടേഴ്സും ഈ പറയുന്ന സൈക്കോളജിസ്റ്റുകളും എന്തായിട്ട് മാറിയിട്ടാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം നമുക്ക് നമ്മുടെ വ്യക്തിത്വം ഇല്ലാണ്ടായി പോകും അതിൻ്റെ അകത്ത്.
ഈ ജോലിയുടെ അവസ്ഥയെ പറയുന്നത് ഡോക്ടേഴ്സ് ഇവർ ആരോട് പോയി പറയും? പലപ്പോഴും പറയാതെ വന്നെടുക്കും. ഞാൻ അവരൊരു സൈക്കാട്രി ഡോക്ടേഴ്സ് ആണെന്ന് പോലും പറയാതെ വന്നിട്ട് എൻ്റെ അടുത്ത് കൺസൾട്ടേഷൻ എടുക്കും. ഞാൻ പറഞ്ഞു അതിനെന്താ കുഴപ്പം സാറേ, അതിനകത്ത് പ്രശ്നമൊന്നുമില്ല. അതായത് ഈ വിഷയങ്ങൾ, അതായത് പലപ്പോഴും സൈക്കാട്രി ഡിപ്പാർട്ട്മെന്റിൽ നിൽക്കുന്ന ആളുകൾ എന്തുകൊണ്ടാണ് കൂടുതൽ കൺസൾട്ടേഷൻ എൻ്റെ അടുത്ത് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് സംഭവിക്കുന്ന അപകടം പറഞ്ഞുതരാം. ഇപ്പോൾ ടിൻഡു ഒരു ബാധാദോഷമുള്ള ഒരാളാണെന്ന് വിചാരിക്കുക, ഒരു നെഗറ്റീവായ എനർജി പ്രസൻസ് ഉള്ള ഒരാളെന്ന് വിചാരിക്കുക. കാണിക്കുന്ന സിഗ്നൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കമില്ലായ്മ, ശരീരത്തിൽ ഭയങ്കര ക്ഷീണം, അതായത് നമുക്ക് ഇങ്ങനെ കാര്യങ്ങൾ ഭയങ്കര മാനിപ്പുലേഷൻ ആയിരിക്കും. നമ്മളാണെന്നാണ് നമ്മുടെ വിചാരം, പക്ഷെ അത് നമ്മളല്ല. നമുക്കിങ്ങനെ കാര്യങ്ങൾ 2 സൈഡിൽ നിന്ന് 3 സൈഡിൽ നിന്ന് 4 സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. അല്ലാതെ ശരിയല്ല, ഇത് തെറ്റാണ്, നീ അങ്ങനെ പെരുമാറിക്കോ, നീ ഇങ്ങനെ പെരുമാറിക്കോ എന്നുള്ള ഇൻഡ്യൂഷൻ നമുക്ക് ഇങ്ങനെ വളരെ പവർഫുള്ളായിട്ട് കിട്ടിക്കൊണ്ടേയിരിക്കും. ഭയങ്കര നെഗറ്റീവ് അവസ്ഥ, നമ്മൾ എവിടെ ചെന്നാലും രക്ഷപ്പെടാത്തൊരവസ്ഥ, നെഗറ്റീവായൊരു സറൗണ്ടിങ് തുടങ്ങിയിട്ട് മൊത്തത്തിൽ നമ്മൾ അതുവരെ ഉണ്ടായിരുന്ന നമ്മുടെ എല്ലാ കാര്യങ്ങളും കുളമാവാൻ തുടങ്ങും. നമ്മൾ പെട്ടെന്ന് എന്താ ചിന്തിക്കുന്നത്, നമുക്ക് എന്തോ ഡിപ്രഷൻ ഉണ്ട്. അപ്പം നമ്മൾ ഡിപ്രഷൻ കാരണം തപ്പി പോകുമ്പോൾ നമുക്ക് ലഭിക്കാതെ പോയതോ അല്ലെങ്കിൽ നമുക്ക് കിട്ടാതെ പോയിട്ടുള്ള എന്തെങ്കിലും ഒരു കാരണത്തിൽ പോയിട്ടുള്ള നമ്മൾ ഹുക്ക് ചെയ്യും. അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സ്നേഹം കിട്ടില്ലെന്നോ, അല്ലെങ്കിൽ നമ്മുടെ ചെറുപ്പത്തിൽ എനിക്ക് വീട്ടുകാരുടെ വന്ന ഒരുപാട് നമ്മൾ പിക്ക് ചെയ്ത് കൊണ്ടുവരുന്ന വിഷയങ്ങളെ നമുക്കൊരു കാരണം വേണമല്ലോ. അതെ, നമുക്കൊരു സൈക്കോളജിസ്റ്റിനെ സൈക്കാട്രിസ്റ്റിനെ കാണാൻ വേണ്ടി പോകുമ്പോൾ നമുക്കൊരു റീസൺ വേണ്ടേ. ആ റീസണിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാരണങ്ങൾ പിക്ക് ചെയ്യും. ശരിക്കും ഇതൊക്കെ നമ്മൾ മറന്നു കിടക്കുക. പക്ഷേ നമുക്ക് മനസ്സിലാവുന്നില്ല. ഇങ്ങനെയുള്ള മനുഷ്യർ പോയിട്ട് ഇവരുടെ അടുത്ത് കൺസൾട്ടേഷൻ പോകും. അപ്പോൾ ഇവരെന്ത് പണി ചെയ്യും? ഇവരെ കൺസൾട്ട് ചെയ്യും, നിരന്തരം ട്രീറ്റ്മെൻറ്റ് കൊടുക്കും. ട്രീറ്റ്മെൻറ്റ് കൊടുക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എനർജി വേരിയേഷൻ ഇവരെ കിടന്ന് ഹിറ്റ് ചെയ്യാൻ തുടങ്ങും. അതായത് ഒരു മനുഷ്യനുമായിട്ട് നമ്മൾ കൂടുതലായിട്ട് പഴകി കാര്യങ്ങൾ സംസാരിച്ച് കൺസൾട്ടേഷൻ കൊടുത്ത് മേത്ത് ടച്ച് ചെയ്ത് കഴിയുമ്പോൾ വിയർപ്പിലൂടെ വരെ നമുക്ക് ഈ എനർജി വേരിയേഷൻ നമുക്ക് സംഭവിക്കും. ആ ശരീരത്തിലെ വിയർപ്പ് നമുക്ക് തട്ടി കഴിഞ്ഞാൽ അങ്ങനെ സംഭവിച്ചു കഴിയുമ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോസിറ്റീവായ ഊർജ്ജം കംപ്ലീറ്റ് അങ്ങ് നഷ്ടപ്പെടും. അതായത് നെഗറ്റീവായ ആളുകൾ, ഞാൻ ഇങ്ങനെ ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. ടിൻഡുവിന് 2 കൂട്ടുകാരുണ്ട്. അതിലൊരാൾ ഭയങ്കര പോസിറ്റീവാണ്, ഒരാൾ കട്ട നെഗറ്റീവാണ്. ഈ 2 കൂട്ടുകാരിൽ പോസിറ്റീവായ ഒരു കൂട്ടുകാരൻ ഒരു ഫ്രണ്ട് വന്നിട്ട് അടുത്തിരിക്കുമ്പോൾ ടിൻഡുവിന് ഭയങ്കര സന്തോഷം, ഭയങ്കര പോസിറ്റീവൊക്കെ ആവും. നെഗറ്റീവായ ഒരാൾ ഒന്നും മിണ്ടിയില്ല, വെറുതെ അടുത്ത് വന്നിരിക്കുമ്പോൾ തന്നെ നമുക്ക് ശ്വാസം മുട്ടയോ, നമുക്ക് ഇറിറ്റേഷൻ വരുമോ, നമുക്ക് എഴുന്നേറ്റ് പോകണമെന്ന് തോന്നിയോ, പറയാനിരിക്കുന്ന കാര്യമെല്ലാം മറന്നു പോയോ. ഈ അവസ്ഥ വരുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശരീരത്തിൽ നിന്നും കൂടിയ അളവിലുള്ള ഈ എനർജി പ്രൊഡ്യൂസ് ആവും. ഈ എനർജി ഓപ്പോസിറ്റ് ഇരിക്കുന്ന ബോഡി ആഗീകരണം ചെയ്യും. നമ്മുടെ ശരീരത്തിന് പ്രത്യേകത എന്താ? എനർജി പ്രൊഡ്യൂസ് ചെയ്യാനും എനർജി ആഗീകരണം ചെയ്യാനും കഴിവുള്ള ഒന്നാണ് നമ്മുടെ ബോഡി. അത് നമ്മുടെ ബോഡിയുടെ അകത്ത് സ്റ്റോർ ചെയ്യുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ പ്രശ്നം. പോസിറ്റീവ് എനർജി ആണെങ്കിൽ അത് സ്റ്റോർ ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ അമ്പലങ്ങളിൽ പോകുമ്പോൾ നമുക്ക് പോസിറ്റീവ് എനർജി കിട്ടി കുറേ സമയത്തേക്ക് നമ്മൾ പോസിറ്റീവായി സന്തോഷമായിട്ട് ഇരിക്കുന്നത്. നമ്മളൊരു നെഗറ്റീവായ സ്ഥലങ്ങളിലോ നെഗറ്റീവായ സിറ്റുവേഷനിലോ ചെന്ന് പെട്ട് കഴിയുമ്പോൾ മുഴുവൻ നമുക്ക് നെഗറ്റീവായ ഊർജ്ജം വരും. നമ്മുടെ നെഗറ്റീവായ ചിന്തകൾ മുഴുവൻ നമ്മൾ ഹിറ്റ് ചെയ്യും. അത് ഇതുകൊണ്ട് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെഗറ്റീവായ ശരീരത്തിൽ നിന്നും കൂടിയ അളവിലുള്ള നെഗറ്റീവ് എനർജി നമ്മുടെ ബോഡിയിലോട്ട് കൺവേർട്ട് ആവും. ഇത് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്മുടെ പോസിറ്റീവായ കംപ്ലീറ്റ് കാര്യങ്ങൾ കട്ടാവും. നമ്മൾ ബുദ്ധിമുട്ടിലാവാൻ തുടങ്ങും. ഇങ്ങനെ ബുദ്ധിമുട്ടിലായ ഒരുപാട് ഡോക്ടേഴ്സിനെ ഞാൻ കാണാറുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ചില മെത്തേഡുകൾ കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്കത് ചേഞ്ച് ആവും. അപ്പം അങ്ങനെ സംഭവിക്കും. ഞാൻ പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിൽ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഏറ്റവും സക്സസ് ആയ ആളുകളെല്ലാം സ്പിരിച്വലായിരുന്നു. അപ്പം നിങ്ങൾ ചിന്തിക്കും നിങ്ങളുടെ സ്പിരിച്വാലിറ്റി ആണെന്ന്. നിങ്ങളുടെ സ്പിരിച്വാലിറ്റിയെ പറ്റിയിട്ടല്ല ഈ പറയുന്നത്. അവനവനെ കണ്ടെത്തുന്നതിനെയാണ് സ്പിരിച്വാലിറ്റി എന്ന് വിളിക്കുന്നത്. ഇപ്പോഴും തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ പറയും നിങ്ങൾ ദൈവത്തിനെ ഇവിടെ നിന്ന് പുകഴ്ത്തുന്നത് കൊണ്ടോ ദൈവത്തിനോടിരുന്ന് പാട്ട് പാടുന്നതുകൊണ്ടോ, നിങ്ങൾ ഇവിടെ ദൈവത്തിനെ ഇരുന്ന് പുകഴ്ത്തുന്നത് കൊണ്ടോ ദൈവത്തിനോടിരുന്ന് പാട്ട് പാടുന്നതുകൊണ്ടോ ചെയ്യുന്നതുകൊണ്ടൊന്നും ദൈവത്തിനോട് ഒന്നും ലഭിക്കാനില്ല. നിങ്ങൾക്ക് ഇവിടെ എന്താ ലഭിക്കുന്നത്? നിങ്ങൾക്ക് കുറച്ച് സാറ്റിസ്ഫാക്ഷൻ ലഭിക്കും. കുറച്ച് പാട്ട് പാടുമ്പോഴോ കുറച്ച് കൈയടിക്കുമ്പോഴൊക്കെ കിട്ടുന്നൊരു ആനന്ദം. ഇതേ ആനന്ദം നിങ്ങൾക്ക് ഗാനമേളയ്ക്ക് പോയാലും കിട്ടും. ഇതേ ആനന്ദം നിങ്ങളൊരു DJ പാർട്ടിക്ക് പോയാലും ഇതിന് കൂടുതൽ നിങ്ങൾക്ക് അവിടെ കിട്ടും. അപ്പോൾ ഇവിടെ എന്താ മനസ്സിലാക്കേണ്ടത്? സ്പിരിച്വാലിറ്റി എന്ന് വിളിക്കുന്ന സാധനം ഇതിനു വേണ്ടിയിട്ടല്ല. നിങ്ങൾ പറയുന്ന ദൈവത്തിനെ പുകഴ്ത്തുന്ന ഒന്നല്ല. ഈശ്വരൻ സൃഷ്ടിച്ച പാല്, ഈശ്വരൻ സൃഷ്ടിച്ച പൂക്കള്, ഈശ്വരൻ സൃഷ്ടിച്ച വസ്തുക്കളുമായിട്ട് ഈശ്വരൻ്റെ അടുത്ത് പോയിട്ട് ഇതെല്ലാം ഈശ്വരന് കൊടുത്തിട്ട് നീ എന്നെ സഹായിക്കണം അല്ലെങ്കിൽ എന്നെ ഹെൽപ്പ് ചെയ്യണം എന്ന് പറയുന്നത് അത് എന്ത് മാനസികാവസ്ഥയുടെ പ്രശ്നം? ഇവിടെ നമ്മൾ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള കാര്യത്തെ പറ്റി പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പിരിച്വൽ ആവുന്നൊരു വ്യക്തി അവനവനിലോട്ട് ഫോക്കസ് ചെയ്ത് അവനവൻ്റെ കുറവുകളും തെറ്റുകളും മനസ്സിലാക്കി അവനവനെ ക്ലിയർ ചെയ്ത് ഞാൻ എന്താണോ ചെയ്യേണ്ടത് ആ ചെയ്യുന്ന കാര്യത്തിലോട്ട് മുഴുവനും ഫോക്കസ് ചെയ്യാൻ വേണ്ടി നിൽക്കും. അപ്പം എന്ത് പറ്റും? നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിലോട്ട് പൂർണ്ണമായിട്ട് നമ്മൾ ശ്രദ്ധ കൊടുത്ത് ഫോക്കസ് ആവുന്ന സമയത്ത് നമുക്കൊരു ഒറ്റപ്പെടൽ ഫീൽ അനുഭവപ്പെടാൻ തുടങ്ങും നാച്ചുറലായിട്ട്. അത് എന്തൊരു കാര്യം ചെയ്ത് നോക്കിക്കോ, ഭയങ്കര ഫോക്കസ്ഡ്. അതെന്ന് പറഞ്ഞാൽ ചുറ്റുള്ള ആളുകളുടെ ഇമോഷൻസോ ബാക്കിയുള്ള കാര്യങ്ങളോ നമ്മൾ കൺസേൺ ആയെന്ന് വരില്ല. ഈ സമയത്ത് നമുക്കൊരു കൂട്ട് എന്ന് പറയുന്ന ഒന്നിനെയാണ് നമ്മൾ ഈശ്വരൻ എന്ന് വിളിക്കുന്നത്. ആക്ച്വലി ആ എനർജി നമ്മുടെ എനർജി തന്നെയാണ്. നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന നമ്മുടെ സാന്നിധ്യം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അത് കൃഷ്ണനാവട്ടെ, ജീസസ് ക്രൈസ്റ്റ് ആവട്ടെ, ഭഗവാനാവട്ടെ, ഭഗവതി ആവട്ടെ, ആരും ആവട്ടെ, ആ എനർജീനെ നമ്മളവിടെ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് നമുക്ക് പ്രൊട്ടക്ഷൻ ഇട്ട് വയ്ക്കും. ഇതാണ് ശരിക്കും സംഭവിക്കുന്നത്. അപ്പോൾ എന്ത് പറ്റും? നമ്മളിലോട്ട് ഫോക്കസ്ഡ് ആവും.
ഇതാണ് സ്പിരിച്വാലിറ്റി. അതല്ലാതെ നമ്മളിവിടെ വിളിക്കുന്നത് സ്പിരിച്വൽ സാറ്റിസ്ഫാക്ഷനാണ്. ഞാൻ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ഞാൻ സാറ്റിസ്ഫൈഡ് ആവാം. ഒരിക്കലും ആനന്ദം അനുഭവിക്കുന്നില്ല, അവിടെ സന്തോഷം അനുഭവിക്കുന്നില്ല, ഒന്നുമില്ല. നമ്മുടെ അച്ഛനും പ്രാർത്ഥിച്ചു, നമ്മുടെ അമ്മയും പ്രാർത്ഥിച്ചു, നമ്മുടെ അപ്പൂപ്പനും അമ്മൂമ്മയും പ്രാർത്ഥിച്ചു, എന്നിട്ട് എന്ത് കിട്ടി? ഒന്നും കിട്ടിയില്ല. അവരിങ്ങനെ ഓരോ ദിവസം ഞാൻ പ്രാർത്ഥിച്ചുല്ലോ എന്ന് പറഞ്ഞെടുക്കും. ഇപ്പം പറഞ്ഞത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പിരിച്വാലിറ്റിയും ആക്ച്വലി ഡോക്ടേഴ്സും തമ്മിൽ ഇത് പ്രൊഫഷനാണ് ആക്ച്വലി. അവർക്ക് സാമ്പത്തികം കിട്ടുന്ന പല കാര്യങ്ങളുമാണ് ഇതിൻ്റെ അകത്തും. രണ്ട് കൂട്ടർക്കും സാമ്പത്തികം കിട്ടുന്ന കാര്യങ്ങളാണ്. ഇതൊന്നാവില്ല. ഒന്നാമത്തെ കാര്യം, ഒന്നായി കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് കുളമായി പോകും. കാരണം ഇത് ഒന്നിനും അംഗീകരിക്കാൻ പറ്റില്ല. കാരണം ഇത് അംഗീകരിക്കാൻ പറ്റുന്ന വിഷയമല്ല. ഒന്നാമത്തെ ഇത് അനുഭവമുള്ള ആളുകൾക്ക് മാത്രമേ അംഗീകരിക്കാൻ പറ്റുള്ളൂ. എൻ്റെ അടുത്ത് ലാസ്റ്റ് ഒരു കേസ് വന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സൈക്കോളജിസ്റ്റാണ്, സൂയിസൈഡ് ടെൻഡൻസി സൈക്കോളജിസ്റ്റാണ്, സീനിയർ സൈക്കോളജിസ്റ്റാണ് കേരളത്തിൽ. സൂയിസൈഡ് ടെൻഡൻസി എന്താന്ന് പറഞ്ഞാൽ എന്താ സംഭവം എന്നൊരു പിടുത്തം കിട്ടുന്നില്ല. എന്താ സംഭവിച്ചെന്ന്. ആ ലേഡി ഇത്ര ഏജ് ഉണ്ട്. എന്നെ കാണാൻ വേണ്ടി ഒന്നും എൻ്റെ അടുത്ത് പറഞ്ഞില്ല, സൈക്കോളജിസ്റ്റാന്ന് പറഞ്ഞില്ല. എന്തെങ്കിലും പ്രശ്നം, ഈഗോ പ്രശ്നം, വേറെ ആളെ മുന്നിൽ പോയി നിൽക്കുക എന്ന് പറയുന്നത് അത്ര പോസിബിളായ കാര്യമല്ലല്ലോ, പ്രത്യേകിച്ച് പ്രൊഫഷണൽ ആളുകൾക്ക്. വന്നിരുന്നു, ഞാൻ അങ്ങനെ നോക്കി ചെക്ക് ചെയ്തപ്പോൾ ഞാൻ ചോദിച്ചു, ഓക്കെ കൺസൾട്ടേഷൻ വന്ന് ആരെങ്കിലുമായിട്ട് റിലേഷൻഷിപ്പ് ആയോ എന്ന് ഞാൻ ചോദിച്ചു. ആദ്യം പറഞ്ഞ് ഇങ്ങനെ മടിച്ചിട്ട് പറഞ്ഞു ആയി എന്ന് പറഞ്ഞു. ഓക്കെ, ഒരാളുമായിട്ട് റിലേഷൻഷിപ്പായപ്പോൾ എന്ത് പറ്റി? ആ ശരീരത്തിലുള്ള സോള് നേരെ ഇങ്ങോട്ട് കൺവേർട്ടഡായി. അവൻ രക്ഷപ്പെട്ടു പോയി, ആ പയ്യൻ രക്ഷപ്പെട്ടു. കാരണം എന്താ, സോളിനെ സംബന്ധിച്ചിട്ട്, ആത്മാവിനെ സംബന്ധിച്ചിട്ട് മറ്റൊരു ശരീരം കിട്ടിയാൽ മാത്രം മതി. ആ ശരീരത്തിൽ പ്രവർത്തിച്ചാൽ മാത്രം മതി. പ്രവർത്തനത്തിലൂടെ ഉണ്ടാകുന്ന ഊർജ്ജം ഭക്ഷിക്കുക എന്നുള്ളതാണ് എപ്പോഴും നമ്മൾ വിളിക്കുന്ന നെഗറ്റീവായ സോളുകളുടെ ആവശ്യം. ആ അവസ്ഥ ഈ പറഞ്ഞ സൈക്കോളജിസ്റ്റിന് പിന്നെ കൺസൾട്ടേഷൻ എടുക്കാൻ പറ്റുന്നില്ല, സ്പിരിച്വൽ ആക്ടിവിറ്റി ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഒക്കെ കുളമായി പോയി. സംഭവം എന്താ, ബാധാദോഷത്തിൽ നിൽക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പയ്യനായിട്ട് ഈ പയ്യൻ്റെ കർമ്മവുമായി ബന്ധപ്പെട്ട് നിന്നിട്ട് സോളാ. ഈ പയ്യന് ആത്മഹത്യ പ്രവണതയുമായിട്ട് വന്നു കയറിയതാ. ഇപ്പോൾ ഈ പറഞ്ഞ ലേഡിക്ക് ആത്മഹത്യ പ്രവണത വന്നു, സൂയിസൈഡ് ടെൻഡൻസി വന്നു, ഭയങ്കര ബുദ്ധിമുട്ടായി. ആരോട് പറയും? എവിടെ പോയി മരുന്ന് കഴിക്കും? മരുന്ന് കഴിച്ചാൽ മാറൂലെന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാവുന്ന, മരുന്ന് കഴിച്ചാൽ മാറില്ലെന്ന്. അവസാനം കൺസൾട്ടേഷൻ എടുത്ത് ഒരു 1-1.5 മാസം കഴിപ്പിക്കും, പൂർണ്ണ അവസ്ഥയിലോട്ട് മൊത്തം മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കി. ഇത് ഭയങ്കര ഡേഞ്ചറാണ് ഈ കണ്ടീഷൻ. നമുക്ക് പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഇത് ആളുകൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഇതെന്താ നമ്മൾ ഈ പറയുന്നതെന്ന്. ഇത് അനുഭവിക്കുന്ന ആളുകൾ വന്നാലേ മനസ്സിലാവുള്ളൂ ഞാൻ എന്തായി പറഞ്ഞുകൊണ്ടിരിക്കണത്. ഇപ്പോൾ ഇങ്ങനെ ഒരു എനർജി ഒരു ബോഡിയിൽ നിന്നും ഈ എനർജി മറ്റൊരു ബോഡിയിലേക്ക് വന്നു എന്ന് പറഞ്ഞു. എസ്പെഷ്യലി ബാബാജി ക്യാമ്പ്സ് നടത്തുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരുപാട് പേര് വരും പബ്ലിക്ലി ക്യാമ്പ്സ് ഒക്കെ നടത്തുമ്പോൾ. അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ്, ഇതുപോലൊരു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് അത് ബാബാജിക്കും അതൊരു നെഗറ്റീവ് എനർജി ആയിട്ട് വരാനും ബാബാജിയുടെ ചുറ്റുമുള്ളവരെ ബാധിക്കാനും ഒക്കെ അങ്ങനെ ഒരു ഇത് വരില്ല. കാരണം ഒത്തിരി എനർജീസുമായിട്ട് ഡീൽ ചെയ്യുന്ന ആളല്ലേ. അപ്പോൾ അങ്ങനെ എക്സ്പീരിയൻസസ് വന്നിട്ടുണ്ട്. എൻ്റെ ക്യാമ്പിൽ പലപ്പോഴും എല്ലാ മാസം ഒരു ക്യാമ്പ് മാത്രമേ നടത്തുന്നുള്ളൂ. അത് കൊച്ചിയിൽ വെച്ചിട്ടാണ് ക്യാമ്പ് നടത്തുന്നത്. ഈ ക്യാമ്പിൻ്റെ അകത്ത് വ്യത്യസ്തമായ മതത്തിൽപ്പെട്ട ആളുകളും വളരെ പ്രായം കുറഞ്ഞ എല്ലാവരും വരുന്ന ക്യാമ്പാണ്. നെഗറ്റീവായ എനർജികൾ മറ്റെല്ലാ കാര്യങ്ങളെ പറ്റിയിട്ട് മനസ്സിലാക്കി കൊടുക്കുന്ന ക്യാമ്പാണ്. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ക്യാമ്പ് ഡിസൈൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭീമമായ തുകകളാണ് പലപ്പോഴും വരുന്നത്. ഒരു ബാധാദോഷം ഒഴിപ്പിക്കുന്നതിന് 1 ലക്ഷം 2 ലക്ഷം രൂപയാണ് ഒരു പ്രോസസ്സ് ചെയ്യാൻ. ഇവിടെ അതൊന്നും വേണ്ട, നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുള്ളൂ എന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുന്ന, അല്ലെങ്കിൽ പറഞ്ഞ് പഠിപ്പിച്ച് കൊടുക്കുന്ന ക്യാമ്പാണ് ബേസിക്കലി എൻ്റെ ക്യാമ്പ്. ഈ ബ്ലാക്ക് മാജിക് എന്താണെന്നും അത് നമുക്ക് എങ്ങനെ മാറ്റാം. കാരണം എന്താ, നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ഈ ഓടി പോകുന്ന പരിപാടി ചെല്ലുമ്പോഴാണ്, അതായത് പാനിക്കായിട്ട് നിൽക്കുന്ന ഒരുത്തനെയും നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാം. പേടി തട്ടുന്ന ഏതൊരു വ്യക്തിയും നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പം. അത് നമ്മളെല്ലാവരും കാണുന്നത്. റിലേഷൻഷിപ്പിൻ്റെ അകത്ത് പേടിക്കുന്ന മനുഷ്യരെ, സ്പിരിച്വാലിറ്റിയിൽ പേടിക്കുന്ന മനുഷ്യരെ, കോൺഫിഡൻസിൽ പേടിയുള്ള മനുഷ്യരെ നമുക്ക് സിമ്പിളായിട്ട്, കാരണം അവരുടെ ബ്രെയിൻ കൺഫ്യൂസറാണ്. അപ്പോൾ ഇവരോട് പറയാം, നിങ്ങൾക്കൊരു ബാധാദോഷം കൊണ്ട് ഭയങ്കര പ്രശ്നമാണ്, നിങ്ങൾ മരണത്തിലോട്ടാണ് പോകുന്നത്, നിങ്ങളൊരു 1 ലക്ഷം രൂപ വെച്ചാൽ ഞാൻ പൂജ ചെയ്തു തരാം എന്ന് പറയുന്ന സിസ്റ്റമാണ് നിലവിൽ നമ്മളിവിടെ കാണുന്നത്. അതിനെ ഒന്ന് തിരുത്തി എഴുതുക എന്ന് പറയുന്നത് കൊണ്ടാണ് ഞാൻ എൻ്റെ ക്യാമ്പിൻ്റെ അകത്ത് ഇത് മൊത്തം പുറത്ത് പറയും. ഞാൻ ഇതെന്താണെന്നുള്ള സാധനം, സൊല്യൂഷൻ എന്താണെന്നുള്ളത് പുറത്ത് പറയും. പക്ഷേ പലപ്പോഴും ഒരു നെഗറ്റീവായ എനർജി ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിട്ട് ഒരു പോസിറ്റീവായ എനർജി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എക്സോസിങ് ചെയ്യുന്ന വ്യക്തിയോട് ഭയങ്കര ഇറിറ്റേഷൻ കാണിക്കും. കാരണം ആ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന എനർജീനെ റിലീസ് ചെയ്യാൻ ചെല്ലുന്ന ആളുകളാണ് നമ്മൾ. എൻ്റെ ഓരോ ക്യാമ്പിലും ഒന്നെങ്കിൽ എന്നെ ഉപദ്രവിക്കാൻ വരും, അല്ലെങ്കിൽ ഒന്നെങ്കിൽ നമ്മുടെ ഡ്രസ്സ് വലിച്ച് കീറാൻ വേണ്ടി വരും, അല്ലെങ്കിൽ നമ്മളെ തെറി പറയാൻ വേണ്ടി വരും. ഞാൻ അവർ പറഞ്ഞോട്ടെ. കാരണം നമ്മളെ പാനിക്കാക്കണേ. അതായത് ഞാനിപ്പോൾ അവരുടെ അടുത്തോട്ട് ചെല്ലുന്ന സമയത്ത് ഇവർ പാനിക്കായിട്ട് ഒന്നെങ്കിൽ നമ്മൾ ഉപദ്രവിക്കുക, 2-3 പേര് കയറി പിടിച്ചാലാണ് നിൽക്കുള്ളൂ. 2 അവസ്ഥയുണ്ട് അതിൻ്റെ അകത്ത്.
ഒന്ന് സൈക്കോളജിക്കൽ ഇഷ്യൂ, ഒന്ന് റിയൽ ഇഷ്യൂ. 70% സൈക്കോളജിക്കൽ ഇഷ്യൂ. സ്പിരിച്വലായിട്ടുള്ള ഫിയർ തട്ടിയാൽ ഇങ്ങനെ സംഭവിക്കും. സ്പിരിച്വലായിട്ടുള്ള ഫിയർ തട്ടിയാൽ, അതായത് സ്പിരിച്വാലിറ്റിയിൽ നിന്ന് അമ്പലത്തിലോ അല്ലെങ്കിൽ രാത്രി സമയത്ത് എഴുന്നേറ്റ് കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു ഭയം എന്തെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ ഇതെന്ത് പറ്റും? കഴിഞ്ഞു പോയ നമ്മുടെ കാലഘട്ടത്തിലെ കഥകളിൽ നിന്നോ സിനിമകളിൽ നിന്നോ ഒക്കെ ജനറേറ്റ് ചെയ്യുന്ന രൂപങ്ങളാണ് നമ്മൾ പിന്നീട് ഹാലൂസിനേറ്റ് ചെയ്ത് ഇല്യൂഷൻ ചെയ്ത് വരുന്നത്. പക്ഷെ 30% റിയൽ ഉണ്ട് ഇതിനകത്ത്. റിയൽ എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിഞ്ഞത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവരുടെ ശരീരത്തിൽ പൊസഷൻ, അതായത് എക്സ്ട്രാ എനർജി വരുന്നൊരു ടൈമുണ്ട്. ഈ സമയത്ത് ഇവരുടെ ചക്രകളും ഇവരുടെ ഞരമ്പുകളും ശരീരഭാഗങ്ങളും നമുക്ക് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മറ്റൊരു ആംഗിളിലായിരിക്കും പ്രവർത്തിക്കുന്നത്. നോർമൽ ഒരു ഹാലൂസിനേഷൻ കാണിക്കുന്ന അല്ലെങ്കിൽ തോന്നൽ കാണിക്കുന്ന, വിഭ്രാന്തി കാണിക്കുന്ന ആളുകളെ പോലെ അല്ല ഇവർ പെരുമാറുന്നത്. വളരെ സ്ലോ ആയിട്ടായിരിക്കും പെരുമാറുന്നത്. കൃഷ്ണമണിയുടെ അകത്ത് കളർ ചേഞ്ച് ആവും. ഞാൻ ലക്ഷണം പറയുന്നത് കളർ ചേഞ്ച് ആവും. അടുത്ത നിമിഷം ഇവരുടെ നോട്ടം ഭയങ്കര ഷാർപ്പായിരിക്കും നമ്മൾ നോക്കുന്നത്. അടുത്ത നിമിഷം ആ ഹാളിൻ്റെ അകത്ത് കംപ്ലീറ്റും ഫ്ലക്ച്വേഷൻ വരും ഇലക്ട്രിസിറ്റിക്ക്. ഒന്നുകിൽ ഫാനുകളോ ലൈറ്റുകളോ എല്ലാം ഒന്നുകിൽ ഓഫാവും, അല്ലെങ്കിൽ കിടന്ന് മിങ്കിളാവും, അല്ലെങ്കിൽ കിടന്ന് ഏതെങ്കിലും ബൾബ് പൊട്ടിത്തെറിക്കും. ഇത് ലക്ഷണം കാണിക്കുന്ന എന്താണ്? ലക്ഷണം കാണിക്കുന്നത് കൂടിയ അളവിലുള്ള ഇലക്ട്രിസിറ്റി, അതായത് ഊർജം ആ ശരീരത്തിലോട്ട് വരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഇതിപ്പോൾ ഒരു മനുഷ്യ ശരീരം, തിരിച്ച് നിങ്ങൾ വേറൊരു ഉപകരണം വെച്ചോ, ഒരു ഉപകരണം നിങ്ങൾ എവിടെയെങ്കിലും വെച്ചിട്ട് അതിലോട്ട് കൂടിയ അളവിൽ ഇലക്ട്രിസിറ്റി പമ്പ് ചെയ്ത് നോക്കും. ഇതേ മാറ്റം ഇവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഇലക്ട്രോ കെമിക്കൽ എനർജി എന്ന് പറയുന്ന പ്രവർത്തനത്തിലാണ് നമ്മുടെ ശരീരം പ്രവർത്തിക്കുന്നത്. നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരാളുടെ ശരീരത്തിലോട്ട് കൂടിയ അളവിലുള്ള എനർജി വരുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലുള്ള എനർജിയിൽ ഫ്ലക്ച്വേഷൻ വരും. ഒന്നുകിൽ നമ്മൾ പാനിക്കാവും, അല്ലെങ്കിൽ നമ്മൾ കുഴഞ്ഞു വീഴും, അല്ലെങ്കിൽ നമ്മൾ ടെൻഷൻ അടിക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ BP അടിക്കാൻ തുടങ്ങും. ഈ അവസ്ഥയെ നമുക്ക് മറികടക്കാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ ഈ ശരീരത്തിലോട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇത്രത്തോളം ലക്ഷണങ്ങൾ വരാൻ തുടങ്ങും. ഇതിൻ്റെ ഒപ്പം തന്നെ കൂട്ടത്തിൽ ആ ക്യാമ്പിൻ്റെ അകത്ത് നെഗറ്റീവായിട്ടിരിക്കുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും പൊസഷൻ ട്രിഗർ ആവാൻ തുടങ്ങും ഈ ഒരൊറ്റ വ്യക്തിയിൽ നിന്നും. ഇങ്ങനെയാണ് റിയൽ പൊസഷൻ കേസുകൾ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതല്ലാതെ എന്തെങ്കിലും കാണിച്ച് ഒച്ചം ബഹളം ഉണ്ടാക്കി, അല്ലെങ്കിൽ ദേവി വന്നോ അല്ലെങ്കിൽ തുള്ളുന്ന, ഇതൊന്നും പൊസഷനല്ല. ഇതെല്ലാം പൊസഷൻ ഉണ്ട് എന്ന് അവർ വിശ്വസിച്ചതാണ്. മറ്റേത് അങ്ങനെയല്ല. മറ്റേത് പൊസഷൻ കാണിക്കണമെങ്കിൽ 3-4 പേരെടുത്തങ്ങ് പൊക്കും. അവിടെ ഭയങ്കര എക്സ്ട്രാ പവറായിരിക്കും. കാരണം ഈ എനർജിയാണ് ഞാൻ പറയുന്നത്. ഇതിനെ നിങ്ങൾ ഒരു അത്ഭുതമായിട്ട് കാണണ്ട, ഇതിനെ എനർജി ആയിട്ട് കണ്ടോ. കൂടിയ അളവുള്ള എനർജി പ്രവാഹമായിട്ട് കണ്ടാൽ മതി ഈ സാധനം. ഇത് ഇവരെ ടോട്ടൽ മാറ്റും. അടുത്ത നിമിഷം നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള പ്രോസസ്സുകൾ ചെയ്യുന്ന സമയത്ത് ഇവർ ബോധം കെട്ട് വീഴുകയും അടുത്ത നിമിഷം ഇവർക്ക് ഇത് ഓർമ്മയില്ല. ലോ പ്രൊഫൈലുള്ള ആളുകളല്ല. പലപ്പോഴും നമ്മളെപ്പോഴും കാണുന്നത് എന്താ, ഈ തുള്ളലും കാര്യങ്ങളും കാണിക്കുന്നതെല്ലാം ഒരു സാധാരണക്കാരായിട്ട് മനുഷ്യരായിരിക്കും. പക്ഷെ പലപ്പോഴും പൊസഷൻ കണ്ടീഷൻ കാണിക്കുന്നത് സമൂഹത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്ന പല മനുഷ്യരിലാണ് നമുക്കിത് കാണാൻ പറ്റുന്നത്. കാരണം അങ്ങനെയുള്ള മനുഷ്യരിൽ നിന്നാലാണ് ഈ സോളുകൾക്ക് പലപ്പോഴും ഗുണമുള്ളൂ, അല്ലെങ്കിൽ അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഒന്ന് സമൂഹത്തിൽ ഒരു ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ഒരു ഡോക്ടറിൻ്റെ ശരീരത്തിൽ ഒരു പൊസഷൻ കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ നോർമൽ ആളുകൾ വരുന്ന പോലെ അല്ല ഡോക്ടറുടെ ശരീരത്തിൽ വരുന്നത്. ആ ഡോക്ടറിനെ വെച്ചിട്ട് ആ സോളിന് എന്തും ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്യും, എന്ത് കല്ലുപണി ചെയ്യാം. ഇതാണ് നോർമലി അതിനകത്ത് സംഭവിക്കുന്നത്. അപ്പോൾ ക്യാമ്പിൻ്റെ അകത്ത് ഭയങ്കര ഡേഞ്ചറാണ് ഇത്. നമ്മൾ ഈശ്വരൻ വന്നിട്ടല്ല എന്നെ സഹായിക്കുന്നത്. എന്നെ സഹായിക്കുന്ന ഈശ്വരനാണ്. ഈ സമയത്ത് അത് എൻ്റെ സിദ്ധിയാണ്, അത് എൻ്റെ കഴിവാണ്. ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്നതും ഞാൻ പ്രാർത്ഥിക്കുന്നതും ഞാൻ ഉപാസനകളെല്ലാം ചെയ്യുന്നതിൻ്റെ എൻ്റെ ഉള്ളിലുള്ള കഴിവാണ്, എനർജിയാണ് ഞാൻ ആ സമയത്ത് അവിടെ ഉപയോഗിക്കുന്നത്. എന്നിട്ടാണ് റിലീസ് ചെയ്യുന്നത്. എന്ത് പറ്റും? ഞാൻ മറ്റേ കരിമ്പ് പിഴിഞ്ഞ ചണ്ടി പോലെ ആയിപ്പോകും കുറച്ച് സമയത്തേക്കല്ല, മിനിമം ഒരു 24 മണിക്കൂറത്തേക്ക് എനിക്കങ്ങനെ സംഭവിക്കും. നമ്മൾ ഏതൊരു നെഗറ്റീവായ ആളുകളുടെ ബോഡിയിൽ ടച്ച് ചെയ്യുകയോ അവർക്ക് കൺസൾട്ടേഷൻ കൊടുക്കുകയോ അവരുടെ പ്രോസസ്സുകൾ ഈ പ്രശ്നങ്ങൾ മാറ്റാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ അടുത്ത നിമിഷം മുതൽ നെഞ്ചുവേദന വരാൻ തുടങ്ങും, തലവേദന ഭയങ്കരമായിട്ട് വരാൻ തുടങ്ങും, ചിലപ്പോൾ വൊമിറ്റിംഗ് വരാൻ തുടങ്ങും. മാക്സിമം അത്രത്തോളം വന്ന് നിൽക്കും. പിന്നെ രാത്രി സമയത്ത് നമുക്ക് ഹീലിംഗ് കിട്ടണം. ഒന്നെങ്കിൽ നമ്മുടെ ദേവതയോ അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഈശ്വരൻ്റെ സാന്നിധ്യമോ ആ സമയത്ത് രാത്രി വന്ന് നമുക്ക് ഹീലിംഗ് തരും. ഈ ഹീലിംഗ് തരുന്ന സമയത്ത് നമ്മുടെ ബോഡി മൊത്തം പഴുത്ത് ചുട്ടു പൊള്ളും. ഈ സമയത്ത് ഒരു രാത്രി മൊത്തം പഴുത്ത് ചുട്ടു പൊള്ളും. നമ്മൾ വിചാരിക്കും പനിയാണെന്ന്. പനിയല്ല, ഈ നെഗറ്റീവായ എനർജിനെ റിലീസ് ചെയ്യുന്ന ഇത് അൾട്ടിമേറ്റ് നമ്മുടെ വിശ്വാസവും നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ പ്രോസസ്സും നമ്മുടെ ഗുരുവിലുള്ള വിശ്വാസവും ഈശ്വരനോടും നമ്മൾ അർപ്പിച്ചിരിക്കുന്ന, അതായത് പ്രപഞ്ചത്തിൻ്റെ എനർജിയോടാണ് നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത്. ഇത്രയും പ്രോസസ്സുകളെല്ലാം ചെയ്യണം. അപ്പോൾ ആളുകൾ വിചാരിക്കും ഇത് വളരെ സിമ്പിളല്ലേ, ഇതൊക്കെ വലിയ കുഴപ്പമില്ലാത്ത കാര്യങ്ങൾ അല്ല. എക്സോസിസം ചെയ്യുന്ന ഏതൊരു വ്യക്തിയുടെയും, ഇപ്പം ഞാൻ എക്സോസിസം ചെയ്യുന്ന ഒരാളാണ്, എക്സോസിസം ചെയ്യുന്ന ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൻ്റെ അവസാനം എന്ന് പറയുന്നത് ഭയങ്കര ദുരിതം. അതായത് എനിക്ക് എന്തെങ്കിലും വന്നാൽ എനിക്ക് നോക്കാം, എൻ്റെ വീട്ടുകാർക്കോ എൻ്റെ കൂടെയുള്ള ആളുകൾക്കോ എന്തെങ്കിലും തരത്തിലുള്ള ബാധാദോഷമോ നെഗറ്റീവ് ഇഷ്യോ വന്നു കഴിഞ്ഞാൽ എന്നെ മാനസികമായിട്ട് തളർത്തി കളയുന്നത്.
അവിടെ മുതൽ ഞാൻ തകരാൻ തുടങ്ങും. ഇതാണ് പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത്. നമ്മൾ പ്രൊട്ടക്റ്റഡ് ആണ്, പക്ഷെ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ പ്രൊട്ടക്റ്റഡ് അല്ല. പലപ്പോഴും എക്സോസിസം പഠിക്കാൻ വരികയോ ഇത്തരത്തിലുള്ള ഹീലിംഗ് പഠിക്കാൻ വരുന്ന ആളുകളോട് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇതൊരു ഡേഞ്ചർ പ്ലേ ആണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. ഏതെങ്കിലും തരത്തിലുള്ള നിങ്ങളുടെ പ്രവർത്തനങ്ങളോ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലുള്ള ആളുകൾ നശിപ്പിച്ചാൽ എനർജികൾ വന്നു. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇത് ഇടപെടാൻ പാടില്ല നമ്മൾ അതിൻ്റെ അകത്ത്. പിന്നെ നമ്മൾ ഇടപെടുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ നമ്മൾ ആ മനുഷ്യരെ സഹായിക്കേണ്ടതാണ് എന്ന് നമുക്ക് തോന്നുന്നതുകൊണ്ടാണ് ഇടപെടുന്നത്. അതുകൊണ്ട് സ്പിരിച്വലായിട്ട് നിൽക്കുന്ന ഏതൊരു ഹീലേഴ്സിനോടും എനിക്ക് പറയണം ഒരേ ഒരു കാര്യം, ഇത് നമുക്ക് കാണുമ്പോൾ സമൂഹത്തിൽ നല്ല വിലയും ഒരു സ്നേഹവും എല്ലാം കിട്ടും. നമ്മുടെ ജീവൻ വെച്ചിട്ടുള്ള കളിയാണ്. കാരണം നമ്മൾ കണക്ട് ചെയ്യുന്നത് എനർജിയാണ്. ഒരു വ്യക്തിയുടെ പാപമോ ശാപമോ അല്ലെങ്കിൽ മറ്റുള്ള മനുഷ്യരെ ദ്രോഹിച്ചതോ ഉപദ്രവിച്ചതോ അവരുടെ പൂർവികരെ ഉപദ്രവിച്ചതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഉപാസന ദേവതകൾ കൃത്യമായി നോക്കാത്തതിൻ്റെ ഭാഗത്ത് അടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നാണ് ഇവർക്കിത് ലഭിച്ചത്. ഇവരുടെ കർമ്മഫലമായിട്ട് ലഭിച്ച കാര്യത്തെയാണ് നമ്മൾ മാറ്റാൻ വേണ്ടി പോകുന്നത്. ഉറപ്പായിട്ടും ആ ശാപത്തിൻ്റെ പങ്ക് നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും എന്നുള്ളതിനകത്ത് അർത്ഥം. അതുകൊണ്ട് ഇത് ഒട്ടും സുഖകരമായിരിക്കില്ല ഈ ഒരു പാത്ത്.